ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. പക്ഷേ ഈ ഒരു വെജിറ്റബിൾ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതായിരിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടിയാലേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് റയറായിട്ട് കിട്ടുന്നതാണ്. ഞാനും കുറേ കാലമായിട്ട് അന്വേഷിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ മണിപ്പയർ മെഴുക്കുവരട്ടി നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ എപ്പോഴും കിട്ടുന്നതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ മണിപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല എരിവിലാണ് ഉണ്ടാക്കേണ്ടത്. നന്നായിട്ട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കണം. അപ്പോഴാണ് ആ മണിപ്പയർ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ മണിപ്പയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ പൊളിച്ചെടുക്കുന്ന പയർ. നമ്മൾ ഒടിച്ചെടുക്കുന്ന പയറല്ല, പൊളിച്ചെടുക്കുന്ന പയർ. അപ്പോൾ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും മണിപ്പയർ മെഴുക്കുവരട്ടി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ. നല്ലൊരു അടിപൊളി മെഴുക്കുവരട്ടിയാണ്. മണിപ്പയർ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/4 കിലോ മണിപ്പയർ, നമ്മുടെ പൊളിക്കുന്ന പയറുണ്ടല്ലോ, പൊളിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ എടുത്താലും ടേസ്റ്റ് തന്നെയാണ്. ഉള്ളി കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് പൗഡർ പോലെ ആവരുത്. ചില്ലി ഫ്ലേക്സ് എടുത്താലും മതി. കുറച്ച് വലിയ തരികളായിട്ട് എടുക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം പയറൊന്ന് വേവിക്കാൻ വെക്കാം. പയർ ചട്ടിയിൽ വേവിച്ചാലും ടേസ്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്, വേഗം കുക്കായി കിട്ടാനായിട്ട്. കുക്കറിലാവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് നോക്കാം. അധികം വെള്ളം ചേർക്കരുത്. നമുക്ക് കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. പയറിന് ആവശ്യമായ ചെറിയ അളവിലുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ വളരെ ചെറിയ അളവിൽ വെള്ളം. ഒരു 1/4 കപ്പ് പോലും ഇല്ല. പയറിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തൊട്ട് താഴെ കണ്ടോ, പയറും വെള്ളവും ഒരുമിച്ച് തന്നെ നിൽക്കുന്ന ഒരു 1/4 കപ്പിൽ താഴെ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത്രയും വെള്ളം മതി പയറിൽ ചേർക്കുമ്പോൾ. നിങ്ങൾ ചട്ടിയിലാണ് കുക്ക് ചെയ്യാൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ പയറിൻ്റെ മേലെ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കാം കേട്ടോ. കുക്കറിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ മാത്രം വെള്ളം വയ്ക്കുക. ഇനി നമുക്ക് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മാത്രം മതി, അധിക സമയം വേവിക്കരുത്. അപ്പോൾ ഞാനിത് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കട്ടെ. ഈ സമയത്ത് തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ കറക്കി എടുക്കരുത്, കല്ലിൽ ചതച്ചെടുക്കണം. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പയർ വേവുന്ന സമയത്ത് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. മുളകൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പയർ കുക്കായി, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം കുറച്ചുണ്ടായിരുന്നത് ഞാനൊരു 1 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിച്ച് വരുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ട്, ഒരു 1 ടീസ്പൂണൊക്കെ വെള്ളം ബാക്കി വെച്ചിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ കുക്കർ മാറ്റിയിട്ട് ഞാൻ വേറെ ചട്ടി വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. ഉള്ളി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടില്ല, ഒരുവിധം ചതച്ചിട്ടേ ഉള്ളൂ. ഉള്ളി നന്നായിട്ട് ചതഞ്ഞ് പോരുത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് പോവും. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. അത്യാവശ്യം കൂടുതൽ ഉള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. നമ്മൾ പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു 2 പിഞ്ച് ഉപ്പ്. ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് കളർ മാറി തുടങ്ങണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഈ ഒരു മെഴുക്കുവരട്ടിയിൽ സവോള ചേർക്കരുത്. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പയറിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിയിലേക്കാണ് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. നിങ്ങൾ ചട്ടിയിലാണ് വേവിക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് തന്നെ വേവിച്ചോളൂ. ഇനി നമുക്ക് ഉള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം. നല്ല എരിവുള്ളതാണ് കേട്ടോ ഈ ഒരു മെഴുക്കുവരട്ടി. അത്യാവശ്യം എരിവോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തോളൂ. ഇനി ചില്ലി ഫ്ലേക്സൊക്കെ ചേർന്ന് ഉള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർന്നൊന്ന് കുക്കായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ വേവിച്ചപ്പോൾ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിലും ഈ ഉള്ളിയിലേക്കും കൂടി കറിവേപ്പില ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റും ചില്ലി ഫ്ലേക്സിൻ്റെ റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്രയും മതി. ഉള്ളി ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോകണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കാം. പയർ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം കേട്ടോ.
പയറിൽ 1 ടീസ്പൂൺ വെള്ളം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മണിപ്പയർ മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ നിങ്ങളിങ്ങനെ മണിപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. മണിപ്പയർ പൊളിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മളിങ്ങനെ നടുഭാഗത്തേക്ക് മാറ്റി വെച്ച് നോക്കുമ്പോൾ ആ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മെഴുക്കുവരട്ടി റെഡി ആയി കഴിഞ്ഞു. ഇതുണ്ടോ, ഇനിയിപ്പോൾ എണ്ണേ വരുള്ളൂ. കുറച്ച് എണ്ണയൊക്കെ വേണം ഈ ഒരു മെഴുക്കുവരട്ടിയിൽ. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.